ബാലകൃഷ്ണപിള്ളയുടെ ഒരു കൊച്ചു പാർട്ടിയാണ് കേരള കോൺഗ്രസ് ബി. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലും പത്തനാപുരത്തും കുറച്ച് നേതാക്കൾ ഉണ്ട് എന്നുള്ളതല്ലാതെ കേരള കോൺഗ്രസ് ബിക്ക് കേരളത്തിൽ ഒരിടത്തും പ്രാധാന്യമില്ല. കേരള കോൺഗ്രസ് ബി വിട്ട് കൊല്ലം ജില്ലയിൽ പലയിടത്തും RSPയിലേക്ക് ചേരുന്നു. ഷിബു ബേബി ജോൺ അവരെ സ്വീകരിക്കുന്നു. കേരള കോൺഗ്രസ് ബിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുകയാണ്. നേരത്തെ ബാലകൃഷ്ണപിള്ള ജീവിച്ചിരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് മുന്നോക്ക വികസന ചെയർമാൻ സ്ഥാനം കൊടുത്തു. അതുപോലെ തന്നെ ഗണേഷ് കുമാറിന് ഇപ്പോൾ മന്ത്രിസ്ഥാനവും കിട്ടിയിരിക്കുന്നു. ഗണേഷ് കുമാറിൻ്റെ വിചാരം അദ്ദേഹത്തിന് എന്തൊക്കെ വലിയ രീതിയിൽ മലമറിക്കാൻ കഴിയും എന്നൊക്കെയാണ്. അദ്ദേഹം കാട്ടിക്കൂട്ടിയ കോപ്രായത്തരങ്ങൾ, ഉമ്മൻചാണ്ടിയെ കരിവാരിത്തേക്കാൻ അദ്ദേഹവും സംഘവും നടത്തിയ നീക്കങ്ങൾ, അതൊന്നും ഒരു കാലവും രാഷ്ട്രീയ കേരളം മറക്കാനേ പോകുന്നില്ല. പത്തനാപുരത്ത് ഇനിയൊരിക്കൽ കൂടി ഗണേഷ് കുമാർ ജയിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണണം. കാരണം കോൺഗ്രസ് നേതാവായ ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരത്ത് പിടിമുറുക്കിയിരിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ ഗണേഷ് കുമാറിൻ്റെ ലീഡ് 24,000-ൽ നിന്ന് നേരെ 12,000-ലേക്ക് കുറച്ചു കൊണ്ടുവന്നു. അതിക്കുറി പരാജയത്തിലേക്ക്, ഗണേഷ് കുമാറിൻ്റെ പരാജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന് വളരെ വ്യക്തമായ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും കേരള കോൺഗ്രസ് ബിയുടെ ശക്തി കേന്ദ്രത്തിൽ തന്നെ UDFിൻ്റെ ഘടകകക്ഷിയായ RSP വിള്ളലുണ്ടാക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ചും കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവിടെയാണ് RSPയുടെ ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്നത്. കൊല്ലം ജില്ലയിൽ മാത്രമാണ് RSPക്ക് ഒരു സീറ്റ് ലോക്സഭയിൽ NK പ്രേമേന്ദ്രൻ വഴി ഉള്ളത്. കഴിഞ്ഞ 3 തവണയായി NK പ്രേമേന്ദ്രൻ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് വിജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കുറിയും RSPക്ക് അവിടെ വലിയ മോഹങ്ങളുണ്ട്. ചവറയിൽ നിന്ന് തന്നെ ജയിക്കുമോ, ഷിബു ബേബി ജോൺ ഇക്കുറി അടിതെറ്റില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് സർവരും. CPIMകാർ വരെ കൃത്യമായി പറയുന്നു ഷിബു ബേബി ജോൺ ഇത്തവണ മത്സരിച്ചാൽ RSPക്ക് വിജയം സുനിശ്ചിതമാണ്. RSPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ പ്രാതിനിധ്യമൊന്നുമില്ലാതെ പോയതിൻ്റെ എല്ലാ നിരാശയും അവരുടെ മനസ്സിലുണ്ട്. പക്ഷേ ഇക്കുറി ആ നിരാശയൊക്കെ മാറും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഷിബു ബേബി ജോൺ 2011 മാത്രമാണ് NK പ്രേമേന്ദ്രനെ പരാജയപ്പെടുത്തി മന്ത്രിയായത്. അന്ന് തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ. എന്നാൽ NK പ്രേമേന്ദ്രൻ 2014 കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്ന RSPയുടെ ഔദ്യോഗിക പാർട്ടി വിട്ട് NK പ്രേമേന്ദ്രൻ കൃത്യമായും UDFിനോട് സഹകരിക്കുകയും പീതാംബരക്കുറുപ്പ് കൈവശം വെച്ചിരുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലം വിട്ടുകൊടുക്കുകയും കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് RSPക്ക് കൊടുത്ത് RSP അവിടെ ജയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനിയും അതിൻ്റെ ഒരു തുടരാവർത്തനം തന്നെ ഉണ്ടാകും, വേറെ അട്ടിമറിയൊന്നും നടന്നില്ലെങ്കിൽ.